ചെങ്കോട്ടയിൽ നടന്ന ചാവേർ ആക്രമണം ഇന്ത്യയെ നടുക്കിയിരിക്കുന്നു. ഇന്ത്യയുടെ തലസ്ഥാനത്ത് നടത്തിയ ചാവേർ ആക്രമണത്തിന് പിന്നിൽ ജെയ്ഷെ മുഹമ്മദ് എന്ന ഭീകര സംഘടനയാണെന്ന് തെളിഞ്ഞിരിക്കുന്നു. പാകിസ്ഥാന്റെ സമ്പൂർണ്ണ പിന്തുണയുള്ള ഈ ഭീകര സംഘടന ഇന്ത്യയിൽ അതിവിദഗ്ധമായി ചാവേർ സ്ഫോടനങ്ങൾ നടത്തുകയായിരുന്നു. ഇതിൻ്റെ ഫരീദാബാദ് കണക്ഷനും ഇപ്പോൾ വ്യക്തമായി. ഫരീദാബാദിൽ ഈ സ്ഫോടനങ്ങൾക്ക് ഒത്താശ ചെയ്ത വനിതാ ഡോക്ടർ അറസ്റ്റിലായി. മാത്രമല്ല, പാകിസ്ഥാന്റെ സമ്പൂർണ്ണ പിന്തുണയുള്ള ജെയ്ഷെ മുഹമ്മദ് എന്ന സംഘടന ഇന്ത്യയിൽ കുറേ കാലമായി ഭീകര പ്രവർത്തനം നടത്തുന്നു. ജെയ്ഷെ മുഹമ്മദിനെ നശിപ്പിക്കാൻ വേണ്ടി ഇന്ത്യ പാകിസ്ഥാനിലേക്ക് വീണ്ടും ഒരു ഓപ്പറേഷൻ സിന്ദൂർ ആരംഭിക്കും എന്ന് പാകിസ്ഥാൻ ഭയക്കുന്നു. അത് ഏകദേശം ശരിയുമാണ്. ഓപ്പറേഷൻ സിന്ദൂർ ഇന്ത്യ വീണ്ടും ആരംഭിക്കും എന്ന സൂചനകൾ ഇന്ത്യ നൽകി കഴിഞ്ഞു. പാകിസ്ഥാൻ കന്നന്തിരിവാണ് കാണിച്ചത്. നിരന്തരം അവർ ഇന്ത്യയിലേക്ക് ഭീകരവാദികളെ കയറ്റി അയക്കുന്നു, ചാവേർ സ്ഫോടനങ്ങൾ ഉണ്ടാക്കുന്നു, കാശ്മീരിൽ അശാന്തി ഉണ്ടാക്കുന്നു. അതിനെതിരെ ഓപ്പറേഷൻ സിന്ദൂർ പ്രഖ്യാപിക്കുക എന്നുള്ളത് മോദിയുടെ നയമാണ്. അത് അദ്ദേഹം ചെയ്തിരിക്കും. എന്തായാലും പാകിസ്ഥാനെ സഹായിക്കാൻ ചൈന രംഗത്ത് വരില്ല. ഇന്ത്യ, റഷ്യ, ചൈന അച്ചുതണ്ട് പുതിയൊരു ശക്തിയിലേക്ക് പോവുകയാണ്. അമേരിക്കയും പാകിസ്ഥാനെ കൈവിടും. കാരണം ട്രംപ് പാകിസ്ഥാനെ സഹായിക്കുന്നതിനോട് ഭൂരിഭാഗം അമേരിക്കക്കാർക്കും എതിർപ്പാണ്. ചുരുക്കത്തിൽ പാകിസ്ഥാൻ ഒറ്റപ്പെട്ട് നിൽക്കുകയാണ് ഇപ്പോൾ. ചെങ്കോട്ടയിൽ നടന്ന സ്ഫോടനത്തിന് പിന്നിൽ പാകിസ്ഥാനാണെന്നുള്ളത് വ്യക്തം. ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ എന്ന് പറയുന്നത് പോലെ. അതുകൊണ്ട് തന്നെ വീണ്ടും ഓപ്പറേഷൻ സിന്ദൂർ തുടരാൻ മോദി നിർദ്ദേശം നൽകും എന്നാണ് സൂചന. പാകിസ്ഥാന്റെ ചങ്കിടിക്കുന്നതും അതാണ്. ആഭ്യന്തര കലഹം കൊണ്ട് ആകെ മൊത്തം കലങ്ങി മറിഞ്ഞിരിക്കുകയാണ് പാകിസ്ഥാൻ. ബലൂചിസ്ഥാൻ വേണമെന്ന് പറഞ്ഞ് അവിടുത്തെ സ്വാതന്ത്ര്യവാദികൾ പ്രക്ഷോഭം നടത്തുന്നു. മറ്റു പല ഭീകര സംഘടനകളും പാകിസ്ഥാനിൽ പിടിമുറുക്കിയിരിക്കുന്നു. ഇതാണ് പാകിസ്ഥാന്റെ അവസ്ഥ. താലിബാനും പാകിസ്ഥാനും തമ്മിൽ നടന്ന യുദ്ധത്തിൽ പാകിസ്ഥാന് കനത്ത തിരിച്ചടിയാണ് താലിബാനിൽ നിന്ന് നേരിട്ടത്. താലിബാനെ സഹായിക്കുന്നത് ഇന്ത്യ ആണെന്ന ആരോപണം ഉയർത്തുന്നു പാകിസ്ഥാൻ. എന്തായാലും ഇന്ത്യ താലിബാനെ സഹായിക്കുന്നില്ല എന്ന് പറഞ്ഞാലും പാകിസ്ഥാൻ വിശ്വസിക്കില്ല. കാരണം ശത്രുത കൊണ്ട് കണ്ണു കാണാൻ പറ്റാതായിരിക്കുന്നു പാകിസ്ഥാന്. ഇന്ത്യയിലേക്ക് നിരന്തരം സ്ഫോടനങ്ങൾ നടത്താൻ പാകിസ്ഥാൻ ഉദ്ദേശമിട്ടിരുന്നതായി ഇന്ത്യയിലെ രഹസ്യാന്വേഷണ വിഭാഗമായ റോ കണ്ടെത്തിയിരിക്കുന്നു. ഇതോടുകൂടി പാകിസ്ഥാന് നേരെ ഒരിക്കൽ കൂടി ഓപ്പറേഷൻ സിന്ദൂർ നടത്താൻ ഇന്ത്യ തയ്യാറാകുന്നു. പാകിസ്ഥാന്റെ ചങ്കിടിക്കുകയാണ് ഇന്ത്യയുടെ ഈ നീക്കം. ഇന്ത്യ ഒരുപാട് ക്ഷമിച്ചു പാകിസ്ഥാനോട്. കാശ്മീരിൽ വിഘടനവാദം ഉണ്ടാക്കുന്നത് പാകിസ്ഥാനാണ്. പല വിധത്തിലുള്ള സ്ഫോടനങ്ങൾ ഇന്ത്യയിൽ ഉണ്ടാക്കിയത് പാകിസ്ഥാനാണ്. മുംബൈയിൽ നടന്ന സ്ഫോടന പരമ്പര ഇപ്പോഴും മറന്നിട്ടില്ല ഇന്ത്യയുടെ ജനങ്ങൾ. ഇന്ത്യയെ ജാതിയുടെയും മതത്തിൻ്റെയും വർഗത്തിൻ്റെയും പേരിൽ ഭിന്നിപ്പിച്ചു നിർത്തുന്നത് പാകിസ്ഥാന്റെ തന്ത്രമാണ്. ഇന്ത്യയിലേക്ക് ഭീകരവാദികളെ കയറ്റി അയക്കുന്നത് പാകിസ്ഥാനാണ്. അങ്ങനെയുള്ള പാകിസ്ഥാന്റെ ആക്രമണം ഇപ്പോൾ ചെങ്കോട്ടയിൽ എത്തി നിൽക്കുന്നു. ഇന്ത്യയുടെ അഭിമാനമായ ചെങ്കോട്ടയിൽ. അതുകൊണ്ട് തന്നെ തിരിച്ചടി ഏത് നിമിഷവും ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണ്. ചെങ്കോട്ടയിൽ നടന്ന സ്ഫോടനത്തെ, ചാവേർ ആക്രമണത്തെ വളരെ ഗൗരവകരമായാണ് ഇന്ത്യ കാണുന്നത്. കൃത്യസമയത്ത് ഇന്ത്യ തിരിച്ചടി നൽകും എന്നുള്ളത് ഉറപ്പാണ്. അതിനുള്ള സമയവും സന്ദർഭവും മാത്രമേ ഇനി അറിയാനുള്ളൂ. ഓപ്പറേഷൻ സിന്ദൂർ വീണ്ടും ആരംഭിക്കുന്നു ഇന്ത്യ. പാകിസ്ഥാനെ എല്ലാവരും കൈവിട്ടിരിക്കുന്നു. മുമ്പ് ഇന്ത്യ പാകിസ്ഥാനെ ആക്രമിക്കുമ്പോൾ ചൈനയുടെ പിന്തുണ ഉണ്ടായിരുന്നു. ഇപ്പോൾ റഷ്യയുടെയും ചൈനയുടെയും പിന്തുണയൊന്നും പാകിസ്ഥാനില്ല.
അമേരിക്കയാണ് പാകിസ്ഥാനെ കൊണ്ടു നടക്കുന്ന ഒരു രാജ്യം. പക്ഷേ ട്രംപിന് പരിമിതികളുണ്ട്. പാകിസ്ഥാനെ അനാവശ്യമായി സഹായിച്ചു കഴിഞ്ഞാൽ പ്രതിപക്ഷത്തിന്റെ ചോദ്യത്തിന് മുമ്പിൽ ട്രംപിന് ഉത്തരം പറയേണ്ടി വരും. ഇന്ത്യയുമായി പിണങ്ങേണ്ടിയും വരും. എന്തായാലും ഓപ്പറേഷൻ സിന്ദൂർ വീണ്ടും വരുന്നു.